ടോപ്പ് സിംഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ടോപ്പ് സിംഗറിന്റെ ഓരോ എപ്പിസോഡിനും വേണ്ടി വെയിറ്റിംഗ് ആണ്. കാരണം നമ്മളിങ്ങനെ ഫൈനൽ ഘട്ടത്തിലേക്ക്, നമ്മുടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് ഇങ്ങനെ അടുത്തോണ്ടിരിക്കുകയാണ്. പ്രേക്ഷകർ ഇനി ചെയ്യേണ്ടത് അവരെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. അതിനുവേണ്ടി പ്രേക്ഷകർക്ക് ഇപ്പോൾ ഒരു ഗോൾഡൻ ചാൻസ് ആണ് നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 ഒരുക്കിയിരിക്കുന്നത്. ഓരോ കണ്ടസ്റ്റൻസും പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ക്രീനിന്റെ താഴെ ഒരു QR കോഡ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സിന്റെ തന്നെ ഒരു ആപ്പ് ആയിട്ടുള്ള മില്യൺ മലയാളി ക്ലബ്ബ് പ്രേക്ഷകർ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വോട്ട് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അതല്ല, ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഓപ്ഷൻ വരും. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആർക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് പേരെ നമുക്ക് വെൽക്കം ചെയ്യാനുണ്ട്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ സ്വന്തം MJ അങ്കിൾ, ഉണ്ണി അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. വെൽക്കം ഉണ്ണി അങ്കിൾ. കുറച്ച് ദിവസമായി ഉണ്ണിയങ്കിൾ ഒരാളെ കണ്ടിട്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ ഒരു കുറവ് ഉണ്ണിയങ്കിളിനുണ്ട്. കൊറേ പേരെ കണ്ടിട്ട് കുറെ കാലായി. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത്രയധികം സംസാരിച്ചിട്ട് മേബി കുറച്ച് നാളായി കാണുമായിരിക്കും. അയ്യോ അയ്യോ എന്നെ രക്ഷിക്കൂ. അതാണെങ്കിൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. കാരണം ഇപ്പൊ എത്താൻ പോകുന്നത് നമ്മുടെ നവനീത് കുട്ടനാണ്. ലെറ്റ്സ് വെൽക്കം നവനീത് ഓൺ സ്റ്റേജ്. നിങ്ങളും എന്താ സാർ ഇങ്ങോട്ട് ഇവിടെ നിക്കാവോ? കാല് കണ്ടില്ല. ഉസ്താദ് വീഴാൻ പോണു. ആരാണെന്ന് ഉസ്താദ്? ഉസ്താദാണ്. ഹിന്ദി ആത്തേ? ഹിന്ദി എനിക്കറിയില്ല. ഓക്കെ, മലയാളം ഉസ്താദ്. മലയാളം ഉസ്താദാണോ? ശരി ശരി. കീരിക്കാടൻ ജോസാണ്. കിരിക്കണം ജോസാ? അത് കേട്ടിട്ടില്ല. ജോസ് അതൊന്നും അല്ല. അത് പിന്നെ ഇത് ആരാ? ഒരു ഉസ്താദ്. തോക്കൊക്കെ ആയിട്ട് വന്ന ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു ഉസ്താദിനോട്? ഒരു തെറ്റും ചെയ്തില്ല. വെറുതെയോ? അങ്ങനെ ഒരു ശീലമുണ്ടോ ഉസ്താദിന്? വെറുതെ വെടിവെച്ച് കൊല്ലുന്നത്? സംസാരിച്ച് കൊല്ലുന്നത് പോരാ. ഒരു സാധനം കാണിച്ചോ? ഒന്നും ആയില്ലല്ലോ. ഞാൻ വിചാരിച്ചു പൊട്ടാസാന്ന്. ഇല്ലാത്ത തോക്കായിരുന്നു അത്. പൊട്ടാസ് ഇല്ലാത്ത തോക്കത്. വെടി. പിന്നില്ലേ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഫ്യൂച്ചറിൽ ഉൾക്ക വന്ന് വീഴൂലേ? ഫ്യൂച്ചറിൽ വീഴുന്ന്. ഉൾക്ക വന്ന് വീഴൂലേ? അത് വരുന്നതിന് മുന്നത്തെ ദിവസം ഞാൻ എന്റെ അമ്മയും അച്ഛനെയും എന്റെ ഭാര്യനെയും കൊച്ചുങ്ങളെയും റോക്കറ്റിൽ പോകുമ്പോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വേറെ റോക്കറ്റ് ബുക്ക് ചെയ്ത് തരാം. പിന്നെയില്ലേ, ഒരു സീക്രട്ട് ഉണ്ട്. ഞാനേ TV കണ്ടോണ്ടിരിക്കുമ്പോ ഞാൻ എന്റെ കാലില് പിടിച്ചു. അപ്പൊ ഞാൻ ഒരു ശബ്ദം കേട്ടു. അപ്പൊ ഞാൻ ഇപ്പുറത്തെ കാലിലും പിടിച്ചു നോക്കി. അപ്പൊ പിന്നെ ഞാൻ ഇങ്ങോട്ട് പിടിച്ചു നോക്കിയപ്പോ അപ്പോഴും അതന്നെ. എന്നിട്ട് അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് 3 ഹാർട്ട് ഉണ്ടെന്ന്. അതായത് 2 മുട്ടുകളിൽ നിന്നും ഹൃദയത്തിൽ നിന്നും അവന് ചങ്കിടിപ്പ് കേൾക്കുന്നു. ഞാൻ വിചാരിച്ചത് നവനീതോട്ടൻ ഹാർട്ട്ലെസ് ആണെന്ന്. അല്ലല്ല, 3 എണ്ണം ഉണ്ട്. 2 ഒന്നുമല്ല. ഇപ്പഴത്തെ സൈഡും വെച്ച് നോക്ക്, ചിലപ്പോ 4 എണ്ണം ഉണ്ടാവും. 5-6 എണ്ണം കയ്യിലൊക്കെ പിടിക്കുമ്പോ ഇല്ലേ? 3 എണ്ണേ ഉള്ളൂ. 3 എണ്ണേ ഉള്ളൂ. 3 എണ്ണം. ഒരു കാര്യം പറയട്ടെ. പറഞ്ഞു. ഞാൻ അന്ന് പറഞ്ഞില്ലേ ഞാൻ ചിക്കനും മീനും ഒക്കെ കഴിക്കുള്ളൂന്ന്. ഇപ്പൊ ഞാൻ അതിന്റെ കൂടെ വെജിറ്റബിൾസ് കഴിക്കാൻ തുടങ്ങി. പൊട്ടേറ്റോ മെഴുക്ക് വരട്ടി, ബീട്രൂട്ട് മെഴുക്ക് വരട്ടി, പിന്നെ പയറ് മെഴുക്ക് വരട്ടി, പിന്നെ സാമ്പാർ, മോര് കൂട്ടാൻ, പിന്നെ ആനപ്പിണ്ടി തോരൻ. അയ്യോ ആനപ്പിണ്ടിയോ? അല്ല, വാഴപ്പിണ്ടം. ഇതൊക്കെ കഴിച്ചിട്ടാണ് 3 ഹാർട്ടായത്. വാഴപ്പിണ്ടം ഒരുപാട് തിന്നരുത്, അതാ നിനക്ക് ഇങ്ങനെ ഹാർട്ട് കൂടുന്നേ. ഇനിയും കൂടുന്നത് ഒരുപാട് കഴിച്ചല്ലേ? കൂടി എനിക്ക് ഇനിയും മസിൽ വരുമല്ലോ. ഓ, ഹാർട്ട് ബേസിക്കലി ആര്യ ചേച്ചി ഇത് കേട്ടോ. ജിമ്മിൽ പോയിട്ടൊന്നും ഒരു കാര്യമില്ല, ഹാർട്ട് വേണം. വാഴപ്പിണ്ടി തോരൻ കഴിക്കണം. അതെ. പിന്നെ ഒരാള് ഗസ്റ്റ് വന്നിട്ടുണ്ട്. ആരാ? പിന്നെ വാസുകിയോ? ഏത് പാട്ടാ പാടി കൊടുക്കുന്ന നീ ഗസ്റ്റിന്? തീർച്ചയായില്ല ജനം. ഇതിന്റെ ഒറിജിനൽ ഉണ്ട് കേട്ടോ, അത് കേട്ടിട്ടുണ്ടോ? അത് വൈശാഖങ്ങൾ കേൾപ്പിച്ചെന്നായിരുന്നു. നീലസാരി എന്ന് പറഞ്ഞ ഒരു സിനിമയിലായിരുന്നു അത്. പണ്ടാ? പണ്ട് 1976 1976. അതെ. 76-നെക്കാട്ടും
ഏറ്റവും പുറകിലല്ലേ 99? 76 തിരിച്ചിട്ടല്ലേടാ? അല്ലല്ലോ, അല്ല ഗിരീഷ് എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ചോദിച്ചാ. ബാക്കിലോട്ട് പോവല്ലേ? ഓ അങ്ങനെ അവൻ തിരിച്ചിട്ടാ ആലോചിക്കണേ. തിരിച്ചങ്ങനെ ബാക്കോട്ടേക്ക് പോവല്ലേ? അങ്ങനെ വർഷങ്ങൾ കടന്ന് പോവല്ലേ? കടന്നു പോവാണ് വർഷം. അപ്പൊ 99 അപ്പുറത്തല്ലേ 99? വർഷങ്ങള് എണിച്ചു പോകുമ്പോഴത്തേക്കും 1976 ബാക്കിലാണ്. അങ്ങനെയാണ്. ഓക്കെ, ഇപ്പൊ കിടന്നു കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ അന്ന് പാടിയത് മെഹബൂബ് എന്ന് പറഞ്ഞൊരു അങ്കിളാണ്. ഇപ്പൊ ലാലു ചേട്ടൻ പാടിയ വേർഷനിലെ പാടാൻ പോന്നെ. അപ്പൊ പാടിക്കോട്ടോ. ഇത് കഴിഞ്ഞൊരു സർപ്രൈസ് ഉണ്ട്. ഇത് കഴിഞ്ഞ സർപ്രൈസ്. താങ്ക് യു. ഈസ മുഹമ്മദ് അൻസാരി ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനൊന്നുമല്ല. ഉണ്ണിയാമോ എന്ന ചെല്ലപ്പേരുള്ള എലിമെന്ററി ക്ലാസ്സിലെ കളിച്ചങ്ങാതിയാണ് പാർട്ടി. ഗുരുവാണവൻ എന്തിനും ഏതിനും. ജീവിതം അതിൻ്റെ ആപൽക്കരമായ സന്നിഗ്ധ സന്ദർഭങ്ങളുമായി മുന്നിലെത്തുമ്പോൾ ഈസ മുഹമ്മദ് അൻസാരി പാടും. തീർച്ചയായില്ല ജന്മം തീർച്ചയെന്നും മറ്റും ആന വരേണ്ടത് കണ്ടവരോട്ടിട്ട് ഇത് എന്തൊരു തന്ത്രമാണിത് കേള്. തീർച്ചയായില്ല ജന്മം തീർച്ചയെന്നും മറ്റും ആന വരേണ്ടത് കണ്ടവരോട്ടിട്ട് ഇത് എന്തൊരു തന്ത്രമാണിത് കേള്. മാറാൻ കുർഗായി ബുറായി പോയി വരുമ്പം പേടിക കണ്ടില്ല. ഓ പിന്നെ പിന്നെ സംശയിച്ച് അള്ളാഹത്തൊനെപ്പി ഉള്ള എന്നും മട്ടും ഓർക്കണ സങ്കടം പറഞ്ഞാ തീരൂല. തീർച്ചയില്ല ജന്മം തീർച്ചയെന്നും മറ്റും ആന വരേണ്ടത് കണ്ടവരോട്ടിട്ട് ഇത് എന്തൊരു സൗന്ദര്യമാണിത് കേള്. മാണിക്കക്കല്ലിന്റെ മോറെനിക്കീപ്പം കാണിക്കണ്ട തീരാനാകണ്. മാണിക്കക്കല്ലിന്റെ മോറെനിക്കീപ്പം കാണിക്കണ്ട തീരാനാകണ്. മുന്നേ കഴിഞ്ഞ കഥകളും ഓർത്തുപോ എന്നുള്ളം പൊട്ടിപ്പുകയാണ്. തീർച്ചയില്ല ജന്മം തീർച്ചയെന്നും മറ്റും ആന വരേണ്ടത് കണ്ടവരോട്ടിട്ട് ഇത് എന്തൊരു തന്ത്രമാണിത് കേള്. അള്ളാ മുജുമട് തോബ നമ്മളെ തിക്കണ നോക്ക്, നമ്മളെ തിക്കണ നോക്ക്, തിക്കണ പ്രസാവല്ല മുറഞ്ഞ്. അള്ളാ മുജുമട് തോബ നമ്മളെ തിക്കണ നോക്ക്, നമ്മളെ തിക്കണ നോക്ക്, തിക്കണ പ്രസാവല്ല മുറഞ്ഞ്. ഉത്സവത്തിനാളുകൾ കൂടി ആന വരേണ്ടത് കണ്ടവരോടി. ഉത്സവത്തിനാളുകൾ കൂടി ആന വരേണ്ടത് കണ്ടവരോടി. ഒരു സംഘം ഓടിച്ചെന്ന് കൂളത്തിൽ വീണ്. ആളാ ഒരു സംഘം ഓടിച്ചെന്ന് കൂളത്തിൽ വീണ്. തീർച്ചയില്ല ജന്മം തീർച്ചയെന്നും മറ്റും ആന വരേണ്ടത് കണ്ടവരോട്ടിട്ട് ഇത് എന്തൊരു തൊന്നരമാണിത് കേള്. തീർച്ചയില്ല ജന്മം തീർച്ചയെന്നും മറ്റും ആന വരേണ്ടത് കണ്ടവരോട്ടിട്ട് ഇത് എന്തൊരു തൊന്നരമാണിത് കേള്. മാറാൻ കുർഗായി ബുറാഹിം പോയി വരുമ്പം പീടിക കണ്ടില്ല. ഓ പിന്നെ പിന്നെ സംശയിച്ച് അള്ളാഹത്തൊനെപ്പി ഉള്ള എന്നും മട്ടും ഓർക്കണ സങ്കടം പറഞ്ഞാ തീരൂല. തീർച്ചയില്ല ജന്മം തീർച്ചയെന്നും മറ്റും ആന വരേണ്ടത് കണ്ടവരോട്ടിട്ട് ഇത് എന്തൊരു അന്തരമാണിത് കേള്. Thank you, sir. ഉസ്താദ് സല്യൂട്ട്. ഇത് ഉസ്താദല്ല, ഇത് ഉസ്താദ് കി ഉസ്താദ്. സൂപ്പർ ആയിരുന്നു. Thank you. ഒരു രക്ഷയില്ല. Thank you.
ആ റിവേഴ്സ് സിമ്പൽ വരുമ്പോഴൊക്കെ അവൻ തോക്കെടുക്കും. അതെന്താണ് പരിപാടി? അത് എന്റെ അമ്മ പഠിപ്പിച്ചെന്ന ഡാൻസാ. ഓ അത് ഡാൻസ് ആണല്ലേ? തോക്കെടുക്കുന്ന ഡാൻസ് ആണോ? അത് സ്റ്റെപ്പാ. സ്റ്റെപ്പാ. ആദ്യമായിട്ടാണ് ഞാൻ ഒരാള് തോക്കിട്ട് കണ്ടക്ട് ചെയ്യുന്നതാണ്. അത് താളത്തിലായിരുന്നല്ലോ, അതെങ്ങനെയാടേ? അത് ഈ എന്ന് പറഞ്ഞ സാധനം വരില്ലേ, അത് വരുമ്പോ അതിന് മുന്നേ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുമ്പോ ഈ കറക്റ്റ് സമയത്തിന് വരും. കറക്റ്റ് ഇങ്ങനെ കറക്റ്റ് സമയത്തിന് വരില്ല. അതൊക്കെ ചില ടെക്നിക്ക് ഉണ്ട്. കണ്ടുപിടുത്ത ഭയങ്കര പാക്കേജ് ആണ്. മീനും അതൊക്കെ കണ്ടുപിടിച്ചോട്ടോ. ടൈമിംഗ് ആണ് മെയിൻ. പിന്നെ ആന വരണ്ട്, ഇടയ്ക്കൊരു ആന വരണ്ട് ഒരു വേറൊരു മോഡുലേഷൻ ഉണ്ടായിരുന്നല്ലോ. ആന വരണ്ടത് കണ്ടവരോടിട്ട് ആന വരണ്ട് അങ്ങനെയാണോ? ആന വരണ്ടത് കണ്ടവരോടിട്ട് കണ്ടവരോടിട്ട് ആര്യ ചേച്ചി കറക്റ്റ് പാടി. താങ്ക് യു. എം ജെ അങ്കിൾ ഇങ്ങനെ വായ വിളിച്ച് പാടേണ്ട അത്ര കൂവി വിളിച്ച് പാടണ്ട. സോഫ്റ്റ് ആയിട്ട് പാടിയാ മതി. സോഫ്റ്റ് ആയിട്ട് പാടാൻ പഠിച്ചിട്ടില്ല മക്കളെ. ഇങ്ങനെ തീർച്ചയായില്ല ചെന്നം നേർച്ചയെന്നും മറ്റും ആന വരണ്ടത് കണ്ടവരോടിട്ട് ഇത് എന്തൊരു തന്നരമാണിത് കേള്. ആര്യ ചേച്ചിക്കും എം ജെ അങ്കിളിനും ഉണ്ണി അങ്കിളിനും ഒരു പോയിന്റ്. ഒന്നേ ഉള്ളൂ. പിന്നെ 10 സ്റ്റാർസും. അപ്പൊ വേണമെങ്കിൽ മധുരമഴ തരണമെന്ന് ആലോചിക്കാം. അതെ, മാർക്ക് കൂട്ട്, പോയിന്റ് കൂട്ടിയാ മധുരമഴ വരും. പോയിന്റ് കൂട്ടാം. എത്ര കൂട്ടും? 100. അതിനും തോക്ക് അയ്യോ ഞാൻ പേടിക്കട്ടോ. ആ തോക്കം പിടിച്ചോണ്ട് എനിക്ക് 100 പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഉണ്ടയില്ല വഴിയായോണ്ട് കുഴപ്പമൊന്നുമില്ല, അത് പേടിയില്ല. വിത്ത് എഫക്ട്സ് ആണ്. ഗംഭീരായിട്ടാ, താങ്ക് യു. ഞങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക് യു. അയ്യോ മിടുക്ക, അവിടെ ഒരു പാട്ട് പാടി. എന്തായിരുന്നു? കഥകളും കഴിഞ്ഞ കഥകളും ഓർത്തു പോകുന്നു പാടിയല്ലോ. മുന്നേ കഴിഞ്ഞ കഥകളും ഓർത്തുപോം എന്നുള്ളം പൊട്ടിപ്പുകയോ. അതൊക്കെ കിടിലനായിരുന്നു കേട്ടോ. താങ്ക് യു ചേച്ചി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഭാഗമാണ്. മാണിക്കല്ലിനെ മോരനിക്കീപ്പം കാണിക്കണ്ട പിറന്നാകണ്. മുന്നേ കഴിഞ്ഞ കഥകളും ഓർത്തുപോം എന്നുള്ളം പൊട്ടിപ്പുകയാണ്. പിന്നെ ഇത് അർത്ഥം മനസ്സിലായോ? ഇതിന്റെ എല്ലാം മനസ്സിലായോ? ഒന്ന് പറഞ്ഞു തരുമോ എന്നാ? തീർച്ചയായിട്ടും വെച്ചാ ആരുമില്ല. പറഞ്ഞ ആരുമില്ല. ആന വരേണ്ടത് കണ്ടവരോട്. അല്ല, നടുവില് നേർച്ച എന്നും മറ്റൊന്നുണ്ട്. നേർച്ച എന്നും മറ്റിന്റെ അർത്ഥം നേർച്ചത്തിന് എന്നും ചെയ്യാം. നേർച്ചത്തിന് എന്തും ചെയ്യാം. ആന വരേണ്ടത് കണ്ടവരോടിട്ട് ഈ ആനയ്ക്ക് മതളകിയത് കണ്ടവരോടിട്ട്. ഇതാണ് നേരത്തെ ആനപ്പിണ്ടെന്ന് പറഞ്ഞ. ആയിരിക്കും ചിലപ്പോ. അത് വാഴപ്പിണ്ടം. അപ്പൊ ബാക്കി ഇത് എന്തൊരു തൊന്തരവാണ് ഇത് കേള്. അതെന്താ? അതിന്റെ അർത്ഥം എന്ന് വെച്ചാ എന്ത് പ്രശ്നമാണ്. ഓ, അർത്ഥമൊക്കെ അറിഞ്ഞിട്ടല്ലേ. പിന്നെന്താ അടുത്ത വരി? എന്താ അടുത്ത വരി? അർഹാറുഹാമാറാൻ. അത് വേണമെങ്കിൽ ജിത ചേച്ചി വരുമ്പോ എടാ മിടുക്ക. പോയി വരുമ്പം പീഡിക കണ്ടില്ല. അതോ എന്ന് വെച്ചാ പോയി വരുമ്പം കൊല്ലുന്നത് കണ്ടില്ല. പീഡിക എന്ന് പറഞ്ഞാ പീഡിപ്പിക്കുന്ന കണ്ടില്ല, പീഡിപ്പിക്കുന്ന കണ്ടില്ല. പിന്നെ സംശയിച്ച് അപ്പൊ പ്രാർത്ഥിച്ചു, അള്ളാ കാത്തോണ്ട് നബി എന്ന് പ്രാർത്ഥിച്ചു. എന്നും ഓർക്കണ സങ്കടം പറഞ്ഞാലും തീരൂല. അത്രയധികം സങ്കടം ഉണ്ടെന്ന് അർത്ഥം അല്ലേ? ഷോ, ഇത്ര അർത്ഥം. നല്ല വരികളാണല്ലോ. ഇതൊക്കെ കാണാതെ പഠിച്ചില്ലേ? മിടുകൻ. എനിക്ക് കോസ്റ്റ്യൂം ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു. പിന്നെയില്ലേ, ഞാൻ പറഞ്ഞില്ല ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. അത് പാടട്ടെ. ഉണ്ണിയങ്കിൾ പറഞ്ഞില്ലല്ലോ. ഉണ്ണിയങ്കിളിന് എന്താ പാട്ടിനെ പറ്റി പറയാനുള്ളത് ചോദിക്കേ. പറയട്ടെ, അങ്ങോട്ട് പോരട്ടെ. ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉസ്താദ് മാറി. നവനീത് കുട്ടന്റെ ആംബിഷൻ എന്താണ് ഫ്യൂച്ചറിൽ ആഗ്രഹം? ശരിക്കും പറഞ്ഞാൽ ഞാൻ ആവാൻ പോണത് മർച്ചന്റ് നേവി ഇല്ലേ, മർച്ചന്റ് നേവി ക്രൂയിസ് കപ്പലിന്റെ
ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ. ഓ Captain. കപ്പലിലെ അപ്പൊ അവിടെ എങ്ങനെ ക്യാപ്റ്റൻ. ആക്ടിംഗ് ഒക്കെ ചെയ്യോ? അവിടെ പാട്ട് പരിപാടികൾ നടത്തും, പാട്ടുകൾ നടത്തും. ഓ ക്രൂസ് ഷിപ്പില്. ക്രൂസ് ഷിപ്പില്. പക്ഷെ സിനിമയിൽ അഭിനയിക്കണമെന്നില്ല. ഇടയ്ക്ക് വല്ല സിനിമയ്ക്ക് പ്രൊമോഷൻ ഉണ്ടെങ്കിൽ ഞാൻ കയറി ഓ പോകും. പ്രൊമോഷന് മാത്രം പോകും. ആ ശരി. പിന്നെ ഞാൻ കപ്പലിൽ ജോലി ചെയ്യുന്ന സമയത്ത് എന്റെ ഭാര്യയും കൊച്ചുങ്ങൾക്കും എന്റെ കപ്പലിന്റെ ഭാര്യയും കൊച്ചുകളെ വിടില്ല. ഞാൻ ഫ്യൂച്ചർ വൈഫിനോട് പറയാ ഇത്ര നല്ലൊരു ഭർത്താവിനെ വേറെ കിട്ടില്ല അത്. very loyal മനുഷ്യൻ. കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഭാര്യയെ കുറിച്ച് അല്ലേ? അല്ല, ഇത്ര ചെറുപ്പത്തിൽ പിന്നില്ലേ? തന്നെ എന്റെ അല്ല ഭാര്യ എത്ര പിന്നില്ലേ? എത്ര കൊച്ചുങ്ങളുണ്ട്? രണ്ട് കൊച്ചുങ്ങൾ. 2 കൊച്ചുകൾ. ഒരു ഭാര്യയ്ക്കും 2 കൊച്ചുങ്ങൾക്കും വേണ്ടി ഭാവിയിൽ ഉൽക്ക വീണ എന്ത് ചെയ്യണമെന്ന് വരെ ഇവരിപ്പോഴേ എല്ലാം ആലോചിക്കുന്നുണ്ട്. ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. പിന്നില്ലേ കപ്പലിൽ പോകുമ്പോ അവരെ കൊണ്ടുപോവാണോ നീ അപ്പം? കപ്പലിൽ പോണെന്ന് അവര് പറഞ്ഞാ ഞാൻ എന്റെ കപ്പല് മൊത്തം ചുറ്റിക്കറങ്ങി ഓ കാണിക്കും. ക്രൂസ് ഷിപ്പ് കൊണ്ടുവരുന്നത്. അതിനകത്തുള്ള വാട്ടർ പാർക്കില് അവരിനോട് കളിപ്പിക്കും, ചാടിക്ക് ഫ്രീ ആയിട്ട് മാത്രമല്ല ചാടിക്കുന്ന അവനൊരു പ്രൈവറ്റ് യോട്ട് ഉണ്ട്. ഉണ്ട്. അതിൽ ഇങ്ങനെ ഫാമിലി ആയിട്ട് ഇങ്ങനെ പോകും. ഭാര്യ 2 കൊച്ചുങ്ങളും. ഭാര്യയും പിള്ളേരും. ഫാമിലി എന്നൊന്നും പറയാനില്ല. ആ കുട്ടികളുടെ ഭാര്യ പേരൊക്കെ കൊച്ചുങ്ങൾ കിട്ടുവോ? മാത്രം. കുട്ടികളുടെ പേര്? ആ പറഞ്ഞോ. എന്താണ്? മനു, ആ. ആ അളകണ, ഏ? അനഗണ. അനഘ. അനഘണ. പക്ഷെ ഭാര്യയുടെ പേര് പറഞ്ഞിട്ടില്ല കേട്ടോ. ഭാര്യയുടെ പേര് എനിക്ക് അറിയില്ല. ഭാര്യ അറിയില്ലല്ലോ. മക്കളെ മക്കളുടെ പ്ലാൻ ചെയ്യാൻ പറ്റുമോ? ഇവര് തീരുമാനിച്ചാൽ മാത്രല്ലേ എനിക്ക് അറിയുള്ളൂ. അങ്ങനെ പറ. തീരുമാനിക്കേണ്ടത്. എങ്ങനത്തെ ഭാര്യ വേണമെന്ന് പറഞ്ഞ കാണാൻ എങ്ങനെ ഇരിക്കണം ഭാര്യ? മിൻറ്റു ചേച്ചിനെ പോലെ എന്നെ പോലെ തന്നെ മതിയോ? അത് വേണ്ടായിരുന്നു. സ്വഭാവോ? സ്വഭാവം അരി ചേച്ചി. അതും വേണ്ടായിരുന്നു. എന്റെ രൂപം കുട്ടി. എന്തായാലും നവനീത് കുട്ടാ പാട്ട് അതിഗംഭീരമായി താങ്ക് യു. എന്താ ടൈമിങ് അല്ലേ? മിന്നോട്ട് പോയി ഒരു സ്ഥലത്ത് പോലും ഒരു ടൈമിംഗ് മിസ്സാവുന്നില്ല. ക്രിസ്പാണ്, വളരെ ക്രിസ്പായിട്ട് പാടുന്നു. ആൻഡ് ആക്ഷൻസ്, ഡാൻസ് അതിഗംഭീരമായി കിടുക്കി. താങ്ക് യു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. ആ, അത് ഞാൻ പാടട്ടെ. ആ പാടിക്കോ. പാടിക്കോ. ദൂരമണിയുള്ളൊരു മീഡിയ സിറ്റിക്കുള്ളിൽ ഞാനൊരു പാട്ടുപാടി ഈ വിസ്താര മുന്നിൽ നിന്നും. ദൂരമണിയുള്ളൊരു മീഡിയ സിറ്റിക്കുള്ളിൽ ആഹാ. ഞാനൊരു പാട്ടുപാടി ഈ വിസ്താര മുന്നിൽ നിന്നും. ദൂരമണിയുള്ളൊരു മീഡിയ സിറ്റിക്കുള്ളിൽ കയ്യിൽ മയക്കും വെച്ച് കുട്ടികൾ പാടുന്നുണ്ട്. സ്റ്റുഡിയോ ഫ്ലോറിനുള്ളിൽ ആളുകൾ വേറെയുണ്ട്. ഷൂട്ടിംഗ് നേരം ബിസിയാണവർ. ക്യാമോ നീക്കാൻ, കോസ്റ്റ്യൂം മാറ്റാൻ, മേക്കപ്പ് ചെയ്യാനായും ഫുഡ് നൽകാൻ, റോബ് മാറ്റാൻ ഇവരരികിൽ വരും. PCR റൂമിലും ഓഡിയോ റൂമിലും മിക്സ് ചെയ്തിടും. ചാനലിൻ പ്രേക്ഷകർ കാണാൻ കൊതിക്കും മുഹൂർത്തങ്ങളായി. ദൂരെ മണിയുള്ളൊരു ഞാനൊരു പാട്ടുപാടി ഈ വിസ്താര മുന്നിൽ നിന്നും. ദൂരെ മണിയുള്ളൊരു താങ്ക് യു സാർ. ഗംഭീരം. താങ്ക് യു. അച്ഛൻ ഭരണിയിലിരുന്ന് എഴുതിയതാണോ? ആ അതെ അതെ. അച്ഛൻ കഷ്ടപ്പെട്ട് എഴുതിയതാ. കഷ്ടപ്പെട്ട് എഴുതിയതാ. പാവച്ചൻ. സൂപ്പർ. പാവച്ചൻ. പാവച്ചൻ. നാ മധുരം അപ്പൊ പോരട്ടെ, അങ്ങനെ ഒരു മധുര മഴ നമ്മുടെ അനഘടയ്ക്കും മനുവിനും പിന്നെ കൃഷ്ണനും നവനീത് കൃഷ്ണനും. ഋഷിസിംഗ മഴ പെയ്യിപ്പിച്ചു. അതെ, അടുത്ത സാരി എടുത്തോണ്ട് വന്നിരിക്കുന്നു. അല്ല, അവന്റെ തലയിൽ ഹെയർ ക്ലിപ്പ്. ബൈ ബൈ ബൈ, ഗുഡ് നൈറ്റ്. ബൈ. MJ അങ്കിൾ. Yeah. നമ്മുടെ മഴപ്പാട്ട് എന്ന് ഞാൻ വളരെ കേൾക്കുമ്പോ സീരിയസ് ആയിട്ട് ഒരു കാര്യം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്താ സീരിയസ് ആയിട്ട് വരുന്നേ? എനിക്ക് എഴുതിക്കൂടെ? ഇല്ല, എന്തിനാ ഇടയ്ക്കിടയ്ക്ക് സീരിയസ് ആവുന്നത്? എനിക്ക് MJ അങ്കിൾ സീരിയസ് ആവുന്നത് ഇഷ്ടമേ അല്ല. ഞാനിവിടെ അനുഷ്കിന്റെ കാര്യം ഇങ്ങനെ പാട്ടിനെ കുറിച്ച് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അനുഷ്ക പാടുന്നതിന് മുന്നേ പാട്ടിനെ പറ്റി എഴുതുന്നേ? അതൊരു വാലിഡ് ചോദ്യമാണ് അതെ. വിനോദ. അല്ല ഇപ്പോഴേ മാർക്കിട്ടതാ. ഓ, ആ, അത് സമ്മതിക്കില്ല. അത് സമ്മതിക്കില്ല. ഇവിടെ ഒരു പ്രോഫസിയാണ്. ഇന്ന് അനുഷ്കിന് എത്ര മാർക്ക് കിട്ടും? പ്രൊഡിക്ട് ചെയ്താണ്. അത് ഞാനിവിടെ- ആവണി ചെയ്യുന്നതിന് പോലെ. എഴുതി ഞാനിപ്പോ എഴുതി വെച്ചിട്ടുണ്ടോ? വെക്കാൻ പോവാ. പറ എത്രയാന്ന്. എന്നിട്ട് അതിൽ ഇപ്പൊ പറയില്ല, അത് അവിടെ വെച്ചിട്ട് സീക്രട്ട് ആയിട്ട് ഓപ്പൺ ചെയ്യും.
എന്നിട്ട് എത്രയാണോ കിട്ടുന്നത് അത് എഴുതി എഴുതിയിട്ട് കൊണ്ടുവരും കൊണ്ടുവരും. അതാണ് ചെയ്യാൻ പോകുന്നത്. കേട്ടോ. എന്തായാലും മനുഷ്കിന്റെ കാര്യം പറഞ്ഞ ഇല്ല, സ്ഥിതിക്ക് ഞാനിപ്പോ തന്നെ എഴുതി കൊടുക്കാം. ആ. ഓക്കെ, എന്നാ അങ്ങനെയാണെങ്കിൽ ഓക്കെ. മഴപ്പാട്ടാണേ, മനസ്സിലാക്കി. പാട്ടാണ് പാടാൻ പോകുന്ന പാട്ട്. ഏതാണ്? മഞ്ഞു മഴക്കാട്ടിൽ. ഇതാ ഞാൻ കൊടുത്തിട്ടുണ്ടേ, ആ. എഴുതി അയ്യോ അതിൽ കൊടുത്തിട്ടുണ്ട്. എഴുതിയോന്ന് എനിക്ക് അറിയില്ല ഇപ്പൊ. എഴുതിയിട്ടുണ്ട്. ശരിക്കും ഇപ്പൊ തന്നെ നോക്കിക്കോ. ശരിക്കും എഴുതാൻ പറയണ്ട, നോക്ക്, പറയണ്ട, ചെക്ക് ചെയ്തേക്ക്. പറയണ്ട. ഇല്ല പറയില്ല. ഓക്കെ. എനിക്ക് കാണണം. രണ്ടുപേരും വിശ്വാസമില്ല, അതുകൊണ്ട് ഞങ്ങൾ എനിക്ക് കാണണം. ഉണ്ണിസാറിന് നമ്മള് രണ്ടുപേരും വിശ്വാസമില്ല. ഗസ്സിങ് കഴിഞ്ഞല്ലോ, എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. വിളിക്കാൻ പോവാണേ ഇനി. നോക്കാം. ആ. ഓക്കെ, മഴപ്പാട്ട് പാടാനായിട്ട് ലെറ്റ്സ് വെൽക്കം അനുഷ്ക കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ. ഹലോ. അനുഷ്ക കുട്ടി, എന്തോ പുറത്ത് മഴയുണ്ടോ? പുറത്ത് നല്ല മഴയുണ്ട്. അകത്ത് നല്ല മഴ പെയ്ക്കോ? ആ, പെയ്ക്കും, ആ, ഉറപ്പാ? ആ. ഒരു കാര്യം അറിയാവോ, MJ അങ്കിൾ നേരത്തെ മാർക്കൊക്കെ ഗസ് ചെയ്ത് ഗസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ പാടിയില്ല. പാടി കഴിഞ്ഞിട്ട് ഇത്ര കിട്ടും ഇങ്ങനെ പ്രഡിക്ഷനാ, പ്രഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അസ്ട്രോളജിക്കൽ പ്രഡിക്ഷനാണ്. ഓ, അത് തെറ്റായി കഴിഞ്ഞാൽ മേലിൽ ഈ പരിപാടി ചെയ്യരുത്. പക്ഷെ മ്യൂസിക്കലി പിന്നെ സ്നേഹത്തിൽ എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയ പ്രഡിക്ഷനെ തെറ്റിക്കണം. തെറ്റിക്കണം. ഓക്കെ അത് വേണേ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. തോറ്റാലാണ് എനിക്ക് സന്തോഷം. എന്നാ തോപ്പിക്കണം. അല്ല കുറച്ച് തോപ്പിക്കരുത് കേട്ടോ, മാർക്ക് കൂടുതൽ മേടിച്ച് തോപ്പിക്കണം അത്. ഓക്കെ, അയ്യോ നല്ല സൂപ്പർ കോസ്റ്റ്യൂം, താങ്ക് യു. ഭയങ്കര രസമുണ്ട്, നല്ല കോമ്പിനേഷൻ. ക്ലിപ്പും കണ്ടോ, അതാ ഏറ്റവും അതായത് ഇതിലുള്ള എല്ലാ കളർ ക്ലിപ്പും ഉണ്ട് അവളുടെ തലയില്. ശോ, ഞാൻ സമ്മതിച്ചു കേട്ടോ, അടിപൊളിയാണ് കോസ്റ്റ്യൂം. നമ്മൾ തന്നെയല്ലേ? അതെ, കോസ്റ്റ്യൂമർ അല്ലേ അവരല്ലേ? യെസ്. അപ്പൊ ഏതാണ് പാട്ട്? മഞ്ഞുമഴക്കാട്ടിൽ. ആ, ശ്രേയ ഘോഷാൽ പാടിയത്. ഔസേപ്പ് ബച്ചൻ സാറിന്റെ വെരി നൈസ് സോങ്. യെസ്. കൈതപ്രം സാർ എഴുതിയിരിക്കുന്നു. സിനിമ ഏതാണ്? ആഗതൻ, ഏത് വർഷം? 2010. ഓക്കെ, പറ്റിയ പാട്ടാണ്. ഇത് പിച്ച് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആ, ഒറിജിനൽ സ്കെയില് തന്നെ. ആ. അതെന്തുകൊണ്ട് ഇൻക്രീസ് ചെയ്തത്? ഇൻക്രീസ് ചെയ്യേണ്ടി വന്നില്ല, കാരണം ഫുൾ ഹൈ തന്നെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു 0.5 കൂടെ അതിനകത്ത് കൂട്ടാൻ തോന്നുന്നു. ഇനി പറ്റില്ല. ഇനി പറ്റില്ല. ഇനിയില്ല. ഓക്കെ, റെഡി. ഓക്കെ.
മിടുക്കി മിടുക്കി മിടുക്കി. താങ്ക് യു. ഒരു കുഞ്ഞു മഴ ഇവിടെ കൊണ്ടുവന്നു കേട്ടോ. ഈ മഴത്തുള്ളി ഈ മണ്ണിൽ വീണിട്ട് ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ അത് നമ്മുടെ മനസ്സിൽ വീണ് കുളിർപ്പിച്ചു എന്നുള്ളതാണ്. ആ രീതിയിലാണ് പാടിയിരിക്കുന്നത് കേട്ടോ. താങ്ക് യു. ഒരു സംശയമില്ല. ആൻഡ് വോയിസ് കൺട്രോൾ അത് ഇൻക്രെഡിബിളി നന്നായിട്ട് വരുന്നുണ്ട്. അതാണ് ഇന്നത്തെ പിന്നെ പിച്ച് കറക്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിച്ച് പെർഫെക്റ്റ് എന്നുള്ള അർത്ഥത്തിലല്ല, ഈ പിച്ച് സെലക്ട് ചെയ്ത് നന്നായി. ദാറ്റ് വാസ് ഓൺ ദ ഡോട്ട്. പിന്നെ സൂപ്പർബായിട്ട് വന്നത് മാനത്തെ വാർമുകിൽ കുടയാക്കി ഇളവയിൽ കമ്പിളി ഉടുപ്പ് തുന്നി. സൂപ്പർ സൂപ്പർ. ഇടയ്ക്ക് ഒന്ന് രണ്ട് കുളിരണിഞ്ഞു മെല്ലെ, ആ മെല്ലെ ആ സംഗതി എന്തോ പോലെ ആയില്ലേ എന്നൊരു സംശയമുണ്ട്. ആ അത് കുറച്ചുകൂടെ ഈസി ആയിട്ട് പാടണം. ഇപ്പോഴും ഷാർപ്പാണേ. ഇപ്പോഴും ഷാർപ്പാണേ. അപ്പോഴും ഷാർപ്പായിരുന്നു. അത് മെല്ലെ ഷാർപ്പാക്കല്, കറക്റ്റ് ആക്കണം. ഓക്കെ, അങ്ങനെ 2-3 ചെറിയ ചെറിയ സ്ലിപ്സ് ആണ് വന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ആ വോയിസ് കൺട്രോളിലാണ് ഞാൻ വീണുപോയത്. സിയാദിനെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. ഇതിനകത്ത് ഈ മഞ്ഞുമഴ അല്ലേ, അതിലൊരു കാറ്റായിട്ട് വന്നത് നമ്മുടെ സിയാദാണ്. സൂപ്പർ പാട്ടുകാരനാണ് കേട്ടോ. എന്തൊരു ശബ്ദമാണ്. അതെ, നല്ല കാമിങ് ഒരു പ്രസൻസ് ആണ് സിയാദിന്റെ. പിന്നെ കോറസ് ഗംഭീരം, അസാധ്യമായിട്ട് പാടി. പിന്നെ ഇന്നൊരു സംഭവം, ഒരു പ്രത്യേകത ഉള്ളൊരു ദിവസമാണ്. കാരണം ഇന്ന് വരെ ഇല്ലാത്തൊരു കാര്യം ഇവിടെ സംഭവിക്കാൻ പോവാണ്. കാരണം ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ, അല്ലേ? ഈ പ്രഡിക്ഷൻ നമുക്ക് 3 പേർക്കും അറിയാം. അപ്പൊ ഇന്ന് അനുഷ്കയ്ക്ക് മാർക്ക് തരാൻ പോകുന്നത് നമ്മുടെ ടോപ്പ് ബാൻഡ്. കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? അത് സർപ്രൈസ് ആയി. സംതിങ് ഡിഫറെന്റ്. യാ, അതിലേക്ക് വരാം. ഓക്കെ, ചിലപ്പോൾ നമ്മൾ മാർക്ക് ഇടുന്നേക്കാളും അവരിടുമ്പോഴായിരിക്കും അതിന്റെ കൃത്യതയിൽ വരുന്നത്, കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ട് വരുന്നത്. ആക്യുറേറ്റ് നമുക്ക് നോക്കാം കേട്ടോ, അല്ലേ ക്യാപ്റ്റൻ? യെസ്, തീർച്ചയായും നോക്കാം. അനുഷ്ക്, എന്താ ശരിക്കും ആ ഒരു മഞ്ഞുമഴക്കാട്ടിലെ ആ 2 കുഞ്ഞിളം പൈങ്കിളികളുടെ കഥ പറയുന്ന പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. എനിക്കിഷ്ടമുള്ള ഒരു പാട്ട്, അതിലത്തെ അനുപല്ലവിയിലെ ആ വരി ഉണ്ടല്ലോ, കുഞ്ഞേച്ചി മനസ്സൊന്നും നോവാതെ കൂട്ടിന് നടന്നു കുഞ്ഞനിയൻ എന്ന് പറയുന്ന ആ വരി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുപോലെ ചിറകിന് ചെറു നിഴലേകി അനിയന് തുണയായി പെൺകിളി എന്ന് പറയുമ്പോൾ എനിക്ക് ആ വരികളൊക്കെ ഭയങ്കര ഇഷ്ടം. എനിക്കൊരു അനിയനാണുള്ളത്, അപ്പൊ എനിക്ക് അത് ഓർമ്മ വരും കേൾക്കുമ്പോഴത്തേക്ക്. എനിക്ക് ഇങ്ങനെ ഞാൻ കൊഞ്ചിച്ച് നടക്കുന്ന ഒരു പാട്ടാണ്. അത് ബ്യൂട്ടിഫുൾ ആയിട്ട് അനുഷ്ക പാടി കേട്ടോ. എനിക്ക് തോന്നുന്നു ശ്രേയാ ഘോഷാൽ ഇസ് യുവർ ഫേവറേറ്റ്. അതെ അല്ലേ? ആ പാട്ട് അപ്പൊ മുന്നേ അറിയായിരുന്നോ? ഈ പാട്ട് മുന്നേ അറിയുന്നില്ല, കേട്ടിട്ടുണ്ടായിരുന്നു. ആ പാട്ടിനോടുള്ള ഒരു ഇഷ്ടം ശരിക്കും കേൾക്കാനുണ്ടായിരുന്നു അനുഷ്ക ഇന്ന് പ്രസന്റ് ചെയ്തപ്പോ കേട്ടോ. മിടുക്കിയായിട്ട് പാടി, ഒരുപാട് ഭാഗങ്ങൾ നല്ല രസമുണ്ട്. പിന്നെ ഇന്ന് വോയിസിന് കുറച്ചും കൂടെ ഒരു ഉണർവുള്ള പോലെ ഫീൽ ചെയ്യുന്നു. മേ ബി ചിലപ്പോൾ കറക്റ്റ് പിച്ച് സെലക്ട് ചെയ്തതുകൊണ്ടായിരിക്കാം നല്ലൊരു ഉന്മേഷം ശബ്ദത്തിന് കേട്ടോ. അതൊക്കെ രസമായിട്ട് വന്നു. ഞാനും ആകെ നോട്ട് ചെയ്തത് ചിറകിന് ചെറുനിഴലേകി, അത് മാത്രമാണ് നോട്ട് ചെയ്തത്. അതുപോലെ ആരെന്നും ഉള്ളലിവോടെ അവിടെയും നോട്ട് ചെയ്തു. മൊത്തത്തിൽ ഒരു കഥ പറയുന്ന പോലെ പാട്ടുപാടി. മിടുക്കിയാണ് കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അനുഷ്ക ഷെട്ടി, നല്ലൊരു പ്ലസന്റ് റെൻഡിഷൻ ആയിരുന്നു അന്ന്. ശരിക്കും നല്ല പ്ലസന്റ്. ആ പാട്ടിലൊരു പ്ലസന്റ്നെസ് ഉണ്ട് ബൈ ഡിഫോൾട്ട്. അത് മോള് പാടിയപ്പോഴും ഉണ്ടായിരുന്നു. ത്രൂ ഔട്ട് ദ സോങ് നല്ല കേട്ടുകൊണ്ടിരിക്കാൻ ഈ പാട്ട് കഴിയരുതേ എന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ പാടിയിരുന്നു. ആൻഡ് നല്ല കോർഡിനേഷൻ വിത്ത് ദ ബാക്കിംഗ് വോക്കൽസ് ആൻഡ് സിയാദ്
എല്ലാവരുമായിട്ട് ഭയങ്കര രസമായിട്ട് പാടി. ഒന്ന് രണ്ട് ആ ചെറിയ ഒരു ക്ലാരിറ്റി ഓഫ് ദറ്റ് സംഗതി അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് ഷോട്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതും കൂടി ശ്രദ്ധിക്കണം. ഇനി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറുകയല്ലേ മേലെ. ഇനിയും പെർഫെക്ഷൻ വരുത്തുക, കൂടുതൽ മുന്നോട്ട് പോവുക, ഉയരങ്ങളിലേക്ക് പോവുക. ബെസ്റ്റ് വിഷസ്. താങ്ക് യു സർ. അപ്പൊ എല്ലാവരുടെയും മാർക്ക് പോരട്ടെ. ഇൻട്രസ്റ്റിംഗ് ടു നോ അല്ലേ? ഭയങ്കര ക്യൂരിയോസിറ്റി ആണ് അറിയാൻ വേണ്ടിട്ട്. ഓരോരുത്തരുടെയും മാർക്ക് അറിയാൻ. ഒറ്റ മിനിറ്റ്, ഞാൻ ഇറങ്ങി വരാവേ. എല്ലാരും പേരെഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? റോൾ നമ്പർ ഒക്കെ കൃത്യമായിട്ട് ഇട്ടിട്ടില്ലേ? ഗുഡ് ബോയ്സ്. കോപ്പി അടിച്ചിട്ടില്ലല്ലോ. ടോപ്പ് ബോയ്സ്. കൊണ്ടുപോവാ കാണട്ടെ. എനിക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് ആവറേജ് ഞാൻ എടുക്കൂല, കാരണം ഞാനിവിടെ പ്രേക്ഷകർ നടത്തിയോണ്ട് ഞാൻ അതിനകത്ത് എന്തെങ്കിലും ട്വീക്ക് ചെയ്യുന്നു എല്ലാ ആൾക്കാരും വിചാരിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കും തെളിവിന് വേണ്ടി. ക്യാപ്റ്റൻ യെസ്. അപ്പോ ആദ്യം മീനൂട്ട ഏത് പറയണം? പ്രെഡിക്റ്റ് ചെയ്ത മാർക്ക് പറയണോ? പ്രഡിക്റ്റ് ചെയ്തത് ആദ്യം കേൾക്കാം. പ്രെഡിക്റ്റ് ചെയ്തത് ആദ്യം കേൾക്കാം. അപ്പോ നമ്മുടെ MJ സർ പ്രെഡിക്റ്റ് ചെയ്ത മാർക്ക് തോറ്റു. പ്രഡിക്റ്റ് ചെയ്ത മാർക്ക് എവിടെ തൊപ്പി? തൊപ്പി എവിടെ? ഇപ്പൊ ഇടണം. പറ. ഞാൻ പ്രൊഡിക്ട് ചെയ്തത് 97.5 ഇനിയിപ്പോ എന്താ വെച്ചാ എല്ലാവരും ചെയ്തിട്ടുള്ള മാർക്ക് എല്ലാവരും ഓരോരുത്തരും 100ലാണ് മാർക്ക് ഇട്ടിരിക്കുന്നത്. അതിന് ആവറേജ് ഡിവൈഡഡ് ബൈ 11 അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ എത്ര ആയിരുന്നു അത്? അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇറ്റ് വാസ് പറയട്ടെ അനുഷ്ക്, കൂടുതലായിരിക്കോ കുറവായിരിക്കോ? അതിനെപ്പറ്റി എനിക്കൊരു എന്നാലും ഒന്ന് ഗസ് ചെയ്യാ. അവരുടെ മുഖമൊക്കെ നോക്ക്. എടാ തോറ്റെന്ന് പറഞ്ഞില്ലേ? കൂടുതലായിരിക്കും. MJ തോൽപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ കൂടുതലായിരിക്കും. അത് പറയാൻ പറ്റില്ലല്ലോ. ഇതിലാരും ഏറ്റവും ഇഷ്ടം ഇതിൽ ഈ ഇരിക്കുന്നതില്? ഫ്ലൂട്ട് വായിക്കണം. ഹരിച്ചേട്ടൻ. ഓക്കെ, അപ്പൊ മാർക്ക് പറയട്ടെ. ഇറ്റ് ഈസ് 98.5 out of 100. വെരി വെൽ ഡൺ മൈ ബോയ്, വെരി വെൽ ഡൺ. സമാധാനേ. അത് കറക്റ്റ് ആയിരുന്നു കേട്ടോ. ടോപ്പ് ബെഞ്ച് കറക്റ്റ് ആണ്. നമ്മള് ആക്ച്വലി അവര് കുറച്ചുകൂടെ ഇടാൻ വേണ്ടി ഞാൻ കുറച്ചിട്ടാ. അപ്പൊ നമ്മൾ ചിലപ്പോ തോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സന്തോഷം വരില്ലേ? അങ്ങനെ എപ്പോഴും ഇല്ല, കരയണ്ട. ആ കണ്ണുനീരങ്ങ് തുടച്ചിട്ട് പറ. യെസ്, അപ്പൊ അനുഷ്കന് 98.5 out of 100 for today's performance. താങ്ക്സ് പറഞ്ഞു. എല്ലാരും നല്ല മാർക്കായിട്ട്. അപ്പൊ അനുഷ്ക കുട്ട, ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, ടാറ്റാ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ എന്ന് പറയുന്നത് ഒരു ഡൗട്ടും ഇല്ല അനുഷ്ക കുട്ടിയാണ്. രണ്ട് ഗിഫ്റ്റ് ഉണ്ട് നമ്മുടെ അനുഷ്ക കുട്ടിക്ക്. ഒന്ന് നമ്മുടെ പവിഴം പ്രീമിയം കോക്കനട്ട് ഓയിലിന്റെ വക ഒരു സ്നേഹോപഹാരം. പിന്നെ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ലിറ്റിൽ സൂപ്പർ സ്റ്റാറിന് കിൻഡ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ്. കൺഗ്രാറ്റുലേഷൻ അനുഷ്ക. Congrats, Anush.